ഒ.വി. വിജയൻ സ്മാരക സമിതിയും സാംസ്കാരിക വകുപ്പും ചേർന്ന് ഒ.വി. വിജയന്റെ 96ാം ജന്മദിനം ആഘോഷിച്ചു. തസ്രാക്കിലെ ഒ.വി. വിജയൻ സ്മാരകത്തിൽ നടന്ന പരിപാടി എഴുത്തുകാരൻ വൈശാഖൻ ഉദ്ഘാടനം ചെയ്തു. ഇതിഹാസത്തിന്റെ ഓർമ്മകൾ പേർന്ന തസ്രാക്കിൽ ഇപ്പോഴും രവി ജീവിക്കുന്നുണ്ട്. ഒ.വി. വിജയന്റെ 96ാം ജന്മദിനാഘോഷങ്ങൾക്കായി തസ്രാക്കിലേക്കുള്ള യാത്രയിലാണ്. ജീവിച്ചിരിക്കാത്ത ഒരാളുടെ ജന്മദിനം ആഘോഷിക്കുന്നത് എന്തിനാണ്? ഈ ചോദ്യം പരിപൂർണമായും അപ്രസക്തമാണ്. മഹാനായ ഒ.വി. വിജയൻ ഇപ്പോഴും അക്ഷരങ്ങളിലൂടെ അത്ഭുതമായി നമുക്ക് മുമ്പിൽ ജീവിക്കുകയാണ്. പാലത്തിനടുത്തുള്ള വലിയ ആൽമരത്തിനടുത്തെത്തുമ്പോൾ തന്നെ ഖസാക്കിലെ കഥാപാത്രങ്ങൾ നമുക്ക് മുന്നിലൂടെ കാലങ്ങളില്ലാതെ നടന്നു പോകുന്നതായി തോന്നും. ശരിയാണ്, കൂമൻകാവിൽ ബസ് ചെന്ന് നിന്നപ്പോൾ ആ സ്ഥലം രവിക്കും പിന്നെ വന്ന 10,000-കണക്കിന് മനുഷ്യർക്കും അപരിചിതമായി തോന്നിയിട്ടുണ്ടാവില്ല. വായിക്കുന്നവർ നൈസാമലിയെയും അള്ളാപ്പിച്ച മൊല്ലാക്കയെയും കുഞ്ഞാമിനെയും അപ്പുക്കിളിയെയും ഒടുവിൽ രവിയെയും തേടി ഇവിടേക്കെത്തുകയാണ്. തീർത്തും ഏകാന്തമായ ജീവിതം നയിച്ച അധികമാർക്കും പിടികൊടുക്കാതിരുന്ന മനുഷ്യനായിരുന്നു ഒ.വി. വിജയൻ. മലയാള സാഹിത്യത്തിലെ ആധുനികതയ്ക്ക് അടിത്തറ പാകിയ എഴുത്തുകാരനും കാർട്ടൂണിസ്റ്റും ചെറുകഥാകൃത്തും നോവലിസ്റ്റുമായി അദ്ദേഹം നിർഭയമായ നിലപാടുകളെടുത്തു. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമൊക്കെ ശരിക്കും പ്രതീക്ഷിച്ചിരുന്നത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ കുറിപ്പുകളിലും ലേഖനങ്ങളിലും കാർട്ടൂണുകളിലായിരുന്നു. നമ്മൾ കാണേണ്ട ഒരു കാര്യമുള്ളത്, കാർട്ടൂണുകളിലൂടെ ഇത്രമാത്രം ഭരണാധികാരികളെ വിമർശിച്ച ഒരു കാർട്ടൂണിസ്റ്റ് ഇന്ത്യയിൽ ഉണ്ടായിട്ടേ ഇല്ല എന്നുള്ളതാണ്. അടിയന്തരാവസ്ഥ കാലത്ത് അദ്ദേഹം രചിച്ച പലതും ഇപ്പോൾ ഇവിടെ ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ 400ഓളം കാർട്ടൂണുകൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് കൃത്യമായിട്ട് നോക്കിയാലറിയാം അദ്ദേഹം ആ അടിയന്തരാവസ്ഥയെക്കുറിച്ച് അദ്ദേഹം എന്താണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നത്, അതെങ്ങനെയാണ് അദ്ദേഹം കോറിയിട്ടത് എന്ന് കൃത്യമായിട്ട് അറിയാം. ഭൂതകാല സ്മൃതികളുമായി ഒരു മാറ്റവുമില്ലാതെ തലയുയർത്തി ഇപ്പോഴും നിൽക്കുകയാണ് ഞാറ്റുപുര. ഈ നിമിഷം കാലം പിന്നിലേക്ക് പോകുന്നത് പോലെ കനത്ത മഴയിലൂടെ രവി നടന്നു. ഇടിയും മിന്നലുമില്ലാത്ത കാലവർഷത്തിന്റെ വെളുത്ത മഴ മാത്രം നിന്നു പെയ്തു. അജിത് ബാബു, ന്യൂസ് മലയാളം, പാലക്കാട്.